ഉറക്കം വന്ന അപ്പോഴേ കിടന്നുറങ്ങല്ലേ, നമുക്ക് കുറച്ച് സ്കിൻ കെയറും കൂടെ ചെയ്യണം. ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ടോണർ എടുക്കും. ടോണർ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഫേസ് വൈപ്പ് ചെയ്യണം. നെക്കും അതുപോലെ തന്നെ നമ്മളുടെ മേക്കപ്പ് എവിടേക്കാണോ കൂടുതൽ ഇട്ടേക്കുന്നത് ആ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കണം. ഒരു വൈറ്റ് ടിഷ്യൂ പേപ്പറാണ് നമ്മൾ എടുത്തതെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഡേർട്ട് നമ്മുടെ സ്കിന്നിലുണ്ട് എന്നുള്ളത്. കാരണം നമ്മൾ ഫേസ് വാഷ് ചെയ്താൽ പോലും ഈ ടോണർ ഉപയോഗിക്കുന്നതിൻ്റെ അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ടോണർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫേസ് വാഷ് എത്തിഗ്ലോയുടെ ഒരു സ്കിൻ വൈറ്റനിങ് ഡീപ്പ് ക്ലെൻസിങ് ഫേഷ്യൽ ഫോമാണ്. ഇത് എനിക്കൊരു ഡോക്ടർ അഡ്വൈസ് ചെയ്തേക്കുന്ന ഒരു ഫേസ് വാഷാണ്. എപ്പിക്കോറി എന്ന് പറഞ്ഞിട്ട് കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ളൊരു സ്കിൻ ക്ലിനിക്കിലാണ് ഞാൻ പോകാറുള്ളത്. അപ്പം അവിടുത്തെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തേക്കുന്ന ഫേസ് വാഷാണിത്. നന്നായിട്ട് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. ജസ്റ്റ് ഒന്ന് മസാജൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു എഫക്റ്റീവായിട്ടിരിക്കും. ഇതുണ്ടോ, നന്നായി ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തേക്കുന്ന ഒരു വൈറ്റനിങ് ക്രീമുണ്ട്. 2 ക്രീമാണ് ആക്ച്വലി ഉള്ളത്. ഒരു 6 o'clock ഒക്കെ ആകുമ്പോൾ നമുക്ക് റാൽക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജെൽ ബേസ്ഡ് ക്രീമാണ്. അതാണെങ്കിൽ കൊളാജൻ ബൂസ്റ്റിംഗ് കോമ്പിനേഷൻ ഉണ്ട്, റീഗെയിൻ യൂത്ത്ഫുൾ സ്കിൻ ഫോർ അൺഈവൻ സ്കിൻ ടോൺ, കോംപ്ലക്ഷൻ എൻഹാൻസ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ക്രീമിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇതും ഈ സ്കിൻ ബ്രൈറ്റനിങ് ആവാനുള്ളത് തന്നെയാണ് ബേസിക്കലി. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് എമൗണ്ട് എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് എമൗണ്ട് എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് സ്കിന്നിൽ പിടിപ്പിക്കണം. ഈ ക്രീം ഇടുമ്പോൾ നമ്മൾ ഓർക്കണമെന്ന് വെച്ചാൽ നോസിനോട് അടുത്തും പിന്നെ ഈ നമ്മുടെ ലിപ്പിനോട് അടുത്തോട്ടും അധികം ഇടണ്ട, അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ ഇനി പോകുമ്പോൾ ചോദിച്ചു നോക്കാം, എനിക്കതിൻ്റെ റീസൺ അറിയത്തില്ല. അപ്പം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊരു 6 to 9 o'clock വരെയൊക്കെ ഇത് നമുക്ക് സ്കിന്നിലിരുന്നോട്ടെ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഡ്രൈ ആവുകയാണെങ്കിൽ നമ്മളുടെ സൺസ്ക്രീൻ ലോഷൻ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഈ ക്രീം അടിപൊളി സാധനം കേട്ടോ. നമ്മുടെ സ്കിന്നിങ്ങനെ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് തോന്നിയത് ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും. പിന്നെ ഞാൻ ഇടുന്നത് ഈ ഒരു 9 o'clock ആകുമ്പം ഈ സ്കിന്നിൽ അപ്ലൈ ചെയ്ത റാൽക വാഷ് ചെയ്ത് കളയണം. എന്നിട്ട് നമ്മൾ അടുത്തിടേണ്ട ക്രീമാണ് കൊജി ഗ്ലോ ഗോൾഡ് സ്കിൻ ലൈറ്റനിങ് ക്രീമാണ്. ഇതും ഡോക്ടർ റെക്കമെൻഡ് ചെയ്തേക്കുന്ന ക്രീമാണ്. നമുക്കാണെങ്കിൽ പലതരത്തിലുള്ള ക്രീം ഓൺലൈനിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ക്രീം 6 days കൊണ്ട് നമ്മൾ വെളുക്കും, അങ്ങനെ കുറേ ക്രീമിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടല്ലേ. പക്ഷേ അത് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഈ 7 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ സ്കിൻ ഇത്രയും ബ്രൈറ്റൻ ആവാൻ പറ്റും? അപ്പം അത്രയും നമ്മുടെ സ്കിന്നിന് പറ്റാൻ എന്ന് വെച്ചാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും കണ്ടൻറ്റ് അതിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ടായിരിക്കും. ഒരിക്കലും നമ്മൾ ഒരു ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റനിങ് ആവത്തില്ല. ഒരു 2 to 3 months ഉള്ളിലാണ് നമുക്ക് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ക്രീം ഇടുമ്പോൾ ഒരു എഫക്റ്റ് നമുക്ക് തോന്നുന്നത്. ഒരുപാട് വെളുത്ത് പാറത്തില്ല, നമുക്ക് അൺഈവൻ സ്കിൻ ടോൺ ആവും. നമ്മുടെ സ്കിൻ ടോൺ കുറച്ചുകൂടെ 1-2 ഷെയ്ഡ് കൂടും. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഈവൻ ടോൺ ആയിരിക്കും. നമ്മളുടെ ചീക്കിൻ്റെ സൈഡിൽ ബ്ലാക്ക് കളർ അങ്ങനത്തെ സ്പോട്ടുകളും അല്ലെങ്കിൽ അൺഈവൻ സ്കിൻ ടോൺ എല്ലാം ആയിട്ട് ഒരു ഈവൻ ടോൺ നമുക്ക് കിട്ടും. പിന്നെ നല്ലൊരു ടെക്സ്ചർ കിട്ടും സ്കിന്നിന്. ഇതൊക്കെയാണ് നമ്മൾ ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത ക്രീം ഉപയോഗിക്കുമ്പം നമുക്ക് കിട്ടുന്ന എഫക്റ്റ്. ഓക്കെ, അപ്പം ഈ ക്രീം നമുക്ക് സ്കിൻ ക്ലിനിക്കിലോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഓൺലൈനിലാണ് റാൽക മേടിക്കുന്നത്. ക്ലിനിക്കലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ കയറിയിട്ടാണ് റാൽക ഓർഡർ ചെയ്യാറ്. കൊജി ഗ്ലോ ഞാൻ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്കിൻ ക്ലിനിക്കിൽ പോയിട്ട് ഡയറക്റ്റ് പോയി മേടിക്കാറുണ്ട്. അപ്പം ഇതിട്ടിട്ട് നന്നായിട്ട് കിടന്നുറങ്ങുക. രാവിലെ ആകുമ്പം നന്നായിട്ട് ഈ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് തന്നെ വാഷ് ചെയ്ത് കളയാം. ഓക്കെ, വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് നോർമൽ നമ്മുടെ സൺസ്ക്രീനും വൈറ്റമിൻ സിയും നമ്മൾ എന്താണ് യൂഷ്വലി ഇടുന്നത്. ഞാൻ എൻ്റെ സ്കിൻ കെയർ മോർണിംഗ് റൊട്ടീൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെയാണ് ഞാൻ മോർണിംഗിൽ ഇടുന്നത്. ഇതെൻ്റെ നൈറ്റിലുള്ള സ്കിൻ കെയർ റൊട്ടീനാണ്. പിന്നെ നമുക്ക് കുറച്ച് ലിപ്പിനും കൂടെ കുറച്ചുകൂടെ നല്ലൊരു മോയ്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് നിവ്യയുടെ ഒരു ലിപ് ബാം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടമാണ് ഈ ഒരു നിവ്യയുടെ പ്രോഡക്റ്റ് എല്ലാം. അപ്പം അത് നന്നായിട്ട് ഇട്ടിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ.